വോട്ടർമാരെയും കേരള പൊതുസമൂഹത്തെയും വിഡ്ഢികളാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ ആള് ശോഭാ സുരേന്ദ്രനാണ്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പുതിയ അടവുകളുമായിട്ട് ഇറങ്ങുന്ന ശോഭയ്ക്ക് ഇത്തവണ പിഴച്ചത് ഒരു തവണയല്ല, പല തവണയാണ്. വോട്ടിന് പണം നൽകിയെന്ന നാണം കെട്ട ആരോപണം മുതൽ അന്വേഷണം വഴിതിരിച്ചു വിടുവാൻ വർഗീയ വിഷം ചീറ്റുന്നതുവരെ എത്തി നിൽക്കുന്നു ശോഭയുടെ രാഷ്ട്രീയ പാപ്പരത്തങ്ങൾ. കണ്ണാടി പഞ്ചായത്തിലെ തെരുവാക്കുറിശ്ശിയിൽ വയോധികയ്ക്ക് പണം നൽകിയ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു ജനപ്രതിനിധിയാകാൻ മോഹിക്കുന്ന ആൾ കാണിക്കേണ്ട മാന്യത ശോഭയിൽ നിന്നും ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ പിടിക്കപ്പെടുമെന്നായപ്പോൾ കോൺഗ്രസുകാരോട് തട്ടിക്കയറുന്നതും ആ പണം നൽകിയത് കോൺഗ്രസ് അയച്ച സ്ത്രീയാണെന്ന് പച്ചക്കള്ളം പറയുന്നതും കണ്ടപ്പോൾ കേരളം ഒന്നടങ്കം മൂക്കത്ത് വിരൽ വെച്ചുപോയി. പണം നൽകിയ സ്ത്രീ ശോഭയുടെ നിഴലായിട്ട് എല്ലാ പ്രചാരണ പരിപാടികളും ഉണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ശോഭ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ പച്ചക്കള്ളം വിളമ്പി. പ്രധാനമന്ത്രിയുടെ വേദിയിൽ പോലും ശോഭയ്ക്കൊപ്പം നിന്ന് ആ സ്ത്രീയെ ഇപ്പോൾ തള്ളിപ്പറയുന്നത് ആരെ പറ്റിക്കാനാണ്? സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണ് ശോഭയ്ക്കെതിരെയുള്ള അടുത്ത വെടിയുണ്ട ഉതിർന്നത്. BJP നേതാവ് ബിന്ദു വിനയകുമാർ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പുകൾ ശോഭയുടെ തനിനിറം വ്യക്തമാക്കി. കരണമടിച്ചു പൊളിക്കുമെന്ന ഗുണ്ടാ ഭാഷയും അസഭ്യവർഷവും ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതാണോ എന്ന് കേരളം ചോദിച്ചു പോയി. തന്റെ പണമിടപാടുകൾ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഈ ശ്രമം ശോഭയുടെ രാഷ്ട്രീയ അധപതനത്തിന്റെ ആഴം കാണിച്ചു തന്നു. സ്വന്തം പാർട്ടി പ്രവർത്തകരെ പോലും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തേണ്ടി വരുന്ന ഗതികേടിലാണ് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ഉള്ളത് എന്ന സത്യം ഇന്ന് എല്ലാവരും അറിഞ്ഞു. വോട്ടിന് നോട്ട് എന്ന വിവാദത്തിൽ നിന്നും എങ്ങനെയെങ്കിലും തലയൂരാൻ ശോഭ കണ്ടെത്തിയ അവസാനത്തെ ആയുധമായിരുന്നു ഇസ്ലാമോഫോബിയ. ശ്രീനിവാസൻ വധക്കേസിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പങ്കുണ്ട് എന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത് എന്തിനാണ് എന്നിപ്പോൾ ശോഭയോട് ചോദിച്ചാൽ ശോഭയ്ക്കും ഉത്തരവില്ല. അന്വേഷണ ഏജൻസികൾ പോലും പറയാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് വോട്ടർമാരെ ഭിന്നിപ്പിക്കാനാണ് ശോഭ ഇപ്പോൾ പാലക്കാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്ന മുദ്രകുത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്നത് ശോഭയുടെ വെറും വ്യാമോഹം മാത്രമാണെന്നേ ഈ നിമിഷത്തിൽ പറയാനുള്ളൂ. ഈ വ്യാജ ആരോപണങ്ങൾക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി നേരിട്ടെത്തി. മറുപടിയായിട്ട് ജമാഅത്തെ ഇസ്ലാമി അയച്ച 1 കോടി രൂപയുടെ വക്കീൽ നോട്ടീസിൽ ശോഭയ്ക്ക് ഇപ്പോൾ മുഖത്തേറ്റ അടി പോലെയാണ്. പറഞ്ഞത് വിഴുങ്ങുകയോ അല്ലെങ്കിൽ കോടതി കയറുകയോ ചെയ്യേണ്ടി വരുമെന്ന് ഉറപ്പായപ്പോൾ ശോഭ പതിവ് പോലെ ഇരവാദം മുഴക്കുമോ എന്ന് കണ്ടറിയണം. കേരളത്തിലെ മതസൗഹാർദ്ദം തകർത്ത് വോട്ട് പിടിക്കാനുള്ള BJP തന്ത്രം പാലക്കാട് വിജയിക്കില്ല എന്ന സത്യം കൂടി ഈ സ്ഥാനാർത്ഥി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആലപ്പുഴയിൽ പണപ്പിരിവ് നടത്തിയെന്ന ബിന്ദു വിനയകുമാറിന്റെ ആരോപണം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ വിശ്വസ്തത പൂർണ്ണമായിട്ടും തകർന്ന തരിപ്പണമായിരിക്കുകയാണ്. അച്ചടക്ക ലംഘനം ആരോപിച്ച പരാതി നൽകിയവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാം, പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും ഓടിയൊളിക്കാൻ ശോഭയ്ക്ക് ഒരു കാലത്തും കഴിയില്ല. പണമെറിഞ്ഞും ഭീഷണിപ്പെടുത്തി നുണകൾ പ്രചരിപ്പിച്ചും ജയിക്കാമെന്ന് കരുതുന്ന ശോഭാ സുരേന്ദ്രനോട് പാലക്കാട്ടെ വോട്ടർമാർക്ക് പറയാനുള്ളത് ഒന്നേയുള്ളൂ: വർഗീയതയ്ക്കും അഴിമതിക്കും ഇവിടെ സ്ഥാനമില്ല എന്ന്. 1 കോടി രൂപയുടെ നഷ്ടപരിഹാര നോട്ടീസ് ശോഭയുടെ രാഷ്ട്രീയത്തിലെ മാപ്പർഹിക്കാത്ത നുണകൾക്കുള്ള വിലയാണ്. ഈ പിഴപ്പണം കൊണ്ട് മാത്രം തീരുന്നതല്ല, മറിച്ച് രാഷ്ട്രീയമായി കേരളം ശോഭയ്ക്ക് നൽകാൻ പോകുന്ന തിരിച്ചടിയാണ് വലുത്. ശോഭയൊന്ന് സൈഡായപ്പോഴേക്കും പാലക്കാട് പിഷാരടി നടത്തുന്ന വമ്പൻ നീക്കങ്ങൾ കൂടിയാണ് അപ്പുറത്ത് കാണാനാകുന്നത്. ശോഭയെ വിട്ടുനിർത്തിയുള്ള നീക്കങ്ങൾ എന്തായാലും കോൺഗ്രസിന് ഗുണം ചെയ്യാതിരിക്കില്ല.